ഋതു വിഷമിക്കണ്ട, സാറിനൊന്നും പറ്റിയില്ലല്ലോ. രാജു, അമ്മയോ? എന്റെ അമ്മയോ? ആ, അതോ പത്മാവതി അമ്മയോ? രാജുവിന്റെ അമ്മയെ ഞാൻ രാധമ്മയെന്നല്ലേ വിളിക്കുന്നത്. ഇതെന്റെ അമ്മയാ. ആ, അത് ശരിയാ. എടുക്ക്. ഹലോ അമ്മേ. മോളെ, നിന്റെ അച്ഛന്? പേടിക്കാനൊന്നുമില്ലമ്മേ, ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രതാപേട്ടൻ ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഒരു കുഴപ്പമില്ലമ്മേ, അച്ഛന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആക്സിഡന്റ് തന്നെയാ, പക്ഷെ ദൈവം സഹായിച്ച് അച്ഛന് ഒരു പോറല് പോലും ഏറ്റില്ല. ദൈവത്തിന് നന്ദി. മോളെ, അച്ഛന്റെ കാര്യത്തില് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രതാപേട്ടൻ ഇപ്പോ വളരെ മോശം സമയോ. അത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു സംരക്ഷണം എപ്പോഴും അച്ഛനുണ്ടാവണം. അച്ഛന്റെ മുഖത്ത് നോക്കി അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവിടേക്ക് കയറി ചെല്ലാൻ എനിക്ക് പേടിയമ്മ. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോളെ, അത് നിന്റെ അച്ഛനാ. നീയല്ലാതെ മറ്റാരാ പ്രതാപേട്ടനുള്ളത്? ശരി അമ്മ, ഞാൻ വേണ്ടത് ചെയ്യാം. ശരി. എന്തരുത്? വീട്ടിൽ ചെന്നിട്ട് പറയാ രാജു. ആ കുട്ടി ഇവിടുത്തെ തന്നെയാ. ഇവര് പറയുന്നൊന്നും ശരിയല്ല. കുട്ടി ഇവിടത്തതായാലും അല്ലെങ്കിലും വീട് വിട്ടുപോയ ആ പെൺകുട്ടി മരിച്ചുപോയെന്ന് കരുതി അവളെ പടിയടച്ച് പിണ്ടം വെക്കണം. മനസ്സിലായില്ലേ? ഇരിക്കപ്പിണ്ടം. ഇരിക്കപ്പിണ്ടം വെച്ചില്ലെങ്കിൽ പ്രതാപവർമ്മയുടെ ദുർമരണം ഉറപ്പാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും ദൈവമേ? ഇരിക്കപ്പിണ്ടം പരസ്യമായി മാത്രമല്ല, രഹസ്യമായും ചെയ്യാം. അത് ചെയ്തു തരുന്ന സ്മാർത്ഥന്മാരുണ്ട്. ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടി മരണാനന്തര ക്രിയ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അനിയന്റെ ജീവന് വേണ്ടി ഇരിക്കപ്പെട്ടവല്ല, അവളെ കൊല്ലാൻ വരെ ഞാൻ തയ്യാറാവും. അവളെ കൊന്നുകളയാനാണല്ലോ എന്ന് നിങ്ങളുടെ പ്ലാൻ. യാമിനി, ഇതൊന്നും നടക്കില്ല ചേച്ചി. നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതൊന്നും നടക്കില്ല, നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആംഗ്ലയുടെ ആയുസിന് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഈ ഇരിക്കപ്പെട്ടത്തിന്റെ ക്രിയ എപ്പ ചെയ്യണം ജോത്സരെ? ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് ചെയ്താൽ അത്രയും ആപത്തുകൾ മാറിക്കിട്ടും. കർമ്മത്തിലുള്ള കാര്യങ്ങളെല്ലാം ജോത്സരി വേഗം തുടങ്ങിക്കോ. കർമ്മം ഞാൻ ചെയ്യും. ഇല്ല, നടക്കില്ല. നടക്കും, ഞാനേ നടത്തും. അവരുടെ ഒരു ഇരിക്കപ്പിണ്ടം. ആനയും അച്ഛനും കൂടെ ഇങ്ങനെ നേർക്ക് നേർ വരികയായിരുന്നു. ആന ചിഹ്നം വിളിച്ച്, അച്ഛൻ ലോകത്തില്ലാത്ത അസഭ്യം വിളിച്ച്. ആനയും നിങ്ങളുടെ അച്ഛനും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആ കൊച്ചിനൊരു ഫോൺ വന്നിട്ടുണ്ട്. അതെ, ആനയ്ക്കൊരു അല്പനേരം റെസ്റ്റ് കൊടുക്ക. ഇവരുടെ ഈ നുണക്കഥ കേൾക്കുന്ന നമ്മളെ വേണം ചൂരലിനടിക്കാൻ. ഹലോ ചെറിയമ്മേ. മോളെ, രാജു ഉണ്ടോ അവിടെ?
ഉണ്ടല്ലോ ചെറിയമ്മേ. മോള് രാജുവിനൊന്ന് ഫോൺ കൊടുക്ക്. ആ ഞാൻ കൊടുക്കാം ചെറിയമ്മേ. ചെറിയമ്മയാ. ആ എന്താ മേഡം? രാജു, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങള്? രാജു, ആ അംബികേച്ചി ഇവിടെ ഒരു ജോത്സ്യനെ വിളിച്ചു വരുത്തിയിരിക്കുക. ഇവിടുന്ന് പോയ ആ പെൺകുട്ടി ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്താൽ ആ കുഞ്ഞ് ജനിക്കുന്നതോടെ വർമ്മ സാറിന് ജീവഹാനി സംഭവിക്കും. വീട് വിട്ടുപോയ ആ പെൺകുട്ടി മരിച്ചുപോയെന്ന് കരുതി അവളെ പടിയടച്ച് പിണ്ടം വെക്കണം. മനസ്സിലായില്ലേ? ഇരിക്കപ്പിണ്ടം. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇവര് നടത്താൻ പോകുന്ന ഈ കർമ്മം എങ്ങനെയൊന്ന് തടയണം. മേഡം തൽക്കാലം ഫോൺ വെക്കേ. ഞാൻ അച്ഛനും ഹൃദയമായിട്ടൊന്ന് ആലോചിക്കട്ടെ. സൂര്യാസ്തമനത്തിന് മുമ്പ് ഈ കർമ്മം. അതിനു മുമ്പ് ഇതിന് പരിഹാരം കണ്ടെത്തണം. ശരി മേഡം. ശരി. എന്താ രാജു? എന്താടാ, എന്താ പ്രശ്നം? അവരവസരം കിട്ടുമ്പോ പത്തി വിരിച്ച് കൊത്താൻ നോക്കാച്ച. ആര്? ആരാണെന്നൊന്ന് തെളിച്ചു പറയടാ. ആ അംബിക മേഡം. അവരോ? അവര് മാഡം ഒന്നുമല്ല. ദേ ഇവരെ പോലെ കീടോ. ഇപ്പൊ എന്താ പ്രശ്നം പറ രാജു. വർമ്മ സാറിന് വരുന്ന കഷ്ടകാലങ്ങൾ പരിഹരിക്കാൻ അംബിക മേഡം ഒരു ജോത്സ്യരെ വിളിച്ചു വരുത്തി.